ഒരു മീഡിയം സൈസ് പപ്പായയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു വിരൽ നീളത്തിലുള്ള പീസുകളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഷേപ്പിലാകുമ്പോൾ കുട്ടികൾക്കൊക്കെ അത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഇഷ്ടമാവും. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ട ഒരു പാനിൽ ഇതിന് മുങ്ങാവുന്ന അത്രയും വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളക്കുന്നതോട് കൂടിയിട്ട് പപ്പായ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി പപ്പായ കഷ്ണം ഇതിലിട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിലധികം ആവരുത്. അപ്പോൾ നമ്മുടെ പപ്പായ കഷ്ണങ്ങളൊക്കെ വെന്തുടയുള്ളൂ. അപ്പോൾ 3 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. വെള്ളമൊക്കെ വാർന്ന് ഡ്രൈ ആയതിനു ശേഷം ഇതിലിട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ മാഗി മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 3 സ്പൂണ് കോൺഫ്ലവർ പൗഡറും 1 സ്പൂണ് റൈസ് പൗഡറും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലോണം കൈ വെച്ച് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായ ശേഷം ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലോണം തിളച്ചതിന് ശേഷം ഇതിലോട്ട് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. കുറേ നേരം ഇട്ടിട്ട് വേവിക്കൊന്നും വേണ്ട. ഹൈ ഫ്ലെയിമിൽ തീ കത്തിച്ചിട്ട് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ പകുതി വേവ് ആദ്യം ആയി കഴിഞ്ഞതാണ്. പെട്ടെന്ന് തന്നെ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് കോരിയെടുക്കുക. അപ്പോൾ അവിടെ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് പാക്കറ്റ് സ്നാക്കൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. നമുക്കത് അറിയാം അതൊക്കെ കേടാണെന്നെങ്കിലും നമ്മളതൊക്കെ കുട്ടികളുടെ വാശി പിടിച്ചാൽ നമ്മളതൊക്കെ തന്നെ വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അധികം ചിലവുമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ ചോറിന് ഒരു സൈഡ് ഡിഷായിട്ട് ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ് പച്ച പപ്പായ കുട്ടികൾക്ക് വിരശല്യത്തിനൊക്കെ പണ്ടൊക്കെ അമ്മമാർ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തിരുന്നു. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ കഴിക്കും. കുട്ടികൾക്കല്ല വലിയവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ബൈ.